വാസോട്ടൻ നമ്മളെ ചങ്ക അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി പോവുകയാണ് ഫ്ലൈറ്റില് കേറി തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇപ്പൊ എയർപോർട്ടിൽ വന്നപ്പോൾ താങ്കൾക്ക് എന്താണ് ഒരു 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 പഴയകാലം എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവും? ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നെന്താ വെച്ചാൽ, കുറച്ച് കാലം മുമ്പ്, ഇപ്പം അടുത്ത് തന്നെ, അധികം ആയിട്ടില്ലല്ലോ, കൊറോണ സമയമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൊറോണ സമയം എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ടില്ല, കുറച്ചൊക്കെ കൊറോണ ഒക്കെ മാറിയൊരു സമയം ഉണ്ടല്ലോ, ഒന്നാം തോന്നുന്നു നമ്മളെ ഈ എയർപോർട്ടിൽ അപകടം നടന്നത്. അല്ലേ? അതെ അതെ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഇനി തെറ്റാണെന്ന് അറിയില്ല കേട്ടാ. പക്ഷെ ആ ഓർമ്മകൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലിരിക്കുന്നു. കാരണം മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത അതാണ്. പലരും നമ്മുടെ ജില്ലേനെ മതം കൊണ്ട് അളക്കും. പക്ഷെ മതം കൊണ്ട് അളക്കേണ്ട ഒരു ജില്ലയല്ല, ഒരുപാട് മനുഷ്യരുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപകടം, റോഡ് അപകടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു എയർപോർട്ടിൽ പുറമെന്ന് വന്നിട്ടുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടന്നിട്ടുള്ളത് ഈ മലപ്പുറം മാത്രമാണ്. കാരണം ഏത് സമയത്തും വിമാനാപകടം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ കേസാണ്. ഏത് സമയത്തും ബ്ലാസ്റ്റ് സംഭവിക്കാം, അതിൻ്റെ അടുത്ത് ആരും പോകാൻ. പക്ഷെ ആ സ്ഥലത്ത് പോയിട്ടാണ് ഒരുപാട് ജീവൻ നമ്മളെ ജില്ലയിൽ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അതാണ് മലപ്പുറം ജില്ലയുടെ പ്രത്യേകത. എയർപോർട്ടിൽ വന്നപ്പോൾ അതാണ് ഓർമ്മ, പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ തിരിക്കാം. ഓക്കെ. അപ്പോൾ അവന് യാത്രയായി, അവൻ നല്ല ഒരു ജോലിയിലേക്ക് പോവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ചെറിയ പ്രവാസികൾ അങ്ങനെയാണല്ലോ, നാട് വിട്ടു പോകാന്ന് പറഞ്ഞാൽ. കാരണം ഒരു ജോലി ആവശ്യം സങ്കടമാണ്. കാരണം ഒരുപാട് നാള് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോക്കും വരവും കളിയും ചോറിനജി പറഞ്ഞ മാതിരി ചോറിനാൻ പോയ അതൊക്കെ എന്നാ പോകല. അപ്പോൾ ഓക്കെ.